ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചേന വെച്ചിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കഷ്ണം ചേന ഇട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ചേനയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. നിങ്ങൾക്കത് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ അടപ്പത്താണ് വെക്കുന്നത് കേട്ടോ, ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കണം. അതിനൊക്കെ ആവശ്യമുള്ള തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് വെച്ചിട്ട് അത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ പിന്നെ കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് തേങ്ങ ഇളക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായ റെസിപ്പി ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഇറച്ചിക്കറി മാറി കിട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആകും കേട്ടോ കറിക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കൊരു സുഖം തന്നെ കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തതല്ലേ, പിന്നെ നമ്മൾ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. തേങ്ങയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ തേങ്ങയ്ക്ക് ബ്രൗണിഷ് കളറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി ചൂടാറുമ്പോൾ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അത് നമ്മുടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചേന. ഒരുപാട് വെള്ളം വേണ്ട, തിക്കായിട്ടല്ല ഇരിക്കുന്നത് നമ്മുടെ ചേന. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് ഒഴിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ ചേർത്തോട്ടെ. എൻ്റെ കറിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തില്ല കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് ചേർത്തത് കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് നോക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തേക്കണേ. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മൂത്ത് വരട്ടെ. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചേനക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാണാൻ രസമല്ലേ? നമ്മുടെ സ്വാദിഷ്ടമായ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് കിട്ടുന്നു കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.